ഹായ് ഓൾ KPS വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കാർത്തിക പ്രകാശിനെ ഫോൺ ചെയ്ത് പറയാണ്, പിന്നെ ഒരു ദിവസം ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ അവിടുത്തെ പൂജാരിയും പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടെന്ന്. ഞങ്ങളുടെ നാട്ടിലും ഇങ്ങനെയുള്ള ഈ ദിവസം ക്ഷേത്രത്തിൽ വെച്ച് തന്നെ ഒരു 150 പെണ്ണുങ്ങളെ കാല് ആണുങ്ങൾ കഴുകാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഐശ്വര്യം കുമിഞ്ഞുകൂടും എന്നാണ് പറയാറ്. മോള് പറ, ഞാനിപ്പോൾ എന്താ വേണ്ടേ? അവിടെ അമ്പലത്തിലെ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ കാലൊന്ന് കഴുകിയേക്ക്. പ്രകാശം വല്ലാതെയായി ഷോക്കടിച്ചതുപോലെ. പ്രകാശന് അഭിമാനത്തോടെ നടക്കേണ്ടതാണല്ലോ. അതുകൊണ്ട് പ്രകാശൻ ചോദിക്കുക, ആരേ? ഞാനോ? പിന്നെ അല്ലാതാരാ? കാർത്തിക വിടുന്ന ലക്ഷണമില്ല. കാർത്തിക വീണ്ടും പറയാണ്, ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും ചെയ്യുമല്ലോ, അതും എല്ലാ പ്രമാണിമാരും. എൻ്റെ അച്ഛൻ എന്താ അത് ചെയ്താൽ? മോളെ, ഒരു പരിചയമില്ലാത്ത പെൺകുട്ടികളെ കാലൊക്കെ കഴുകാന്ന് പറഞ്ഞാൽ മോശമല്ലേ? എനിക്ക് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യണോ? അച്ഛൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളില്ലേ? അച്ഛൻ്റെ ഭാര്യയും പെൺമക്കളെയും ജയിക്കണമെന്ന് ആഗ്രഹമില്ലേ? അച്ഛൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മോൻ്റെ ഭാവി നന്നാവണമെന്ന് ആഗ്രഹമില്ലേ? എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അതൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ട് പെൺകുട്ടികളുടെ കാല് കഴുകാണ്ടല്ലോ, അതുറപ്പായിട്ടും നടന്നിരിക്കും. പ്രകാശം പിന്നെ മൗനമായിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്, നീ ഇപ്പം എന്ത് പറഞ്ഞാലും എനിക്കത് ചെയ്തല്ലേ പറ്റൂ. കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയല്ലേ. ഹലോ, കാർത്തിക ചോദിക്കുക. പിന്നെ മോള് പറഞ്ഞാൽ എന്തും ഞാൻ ചെയ്യാം മോളെ. ഞാൻ ചെയ്തോളാം. എനിക്ക് വേണ്ടി ചെയ്യണ്ട, മനസ്സറിഞ്ഞ് ചെയ്യാമെങ്കിൽ ഫലം ഉറപ്പാ. ശരി മോളെ, എന്നാൽ അങ്ങനെ ചെയ്തിട്ട് തന്നെ ബാക്കി കാര്യം. പെൺകുട്ടികളെ വെറുക്കുന്നവൻ പെൺകുട്ടികളുടെ കാല് കഴുകട്ടെ. അതും കഴിഞ്ഞ് പ്രകാശൻ നേരെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് പ്രകാശൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ആ ദീപയുടെ മുമ്പിൽ വെച്ച് തന്നെ പെൺകുട്ടികളുടെ കാല് കഴുകേണ്ടി വരുമല്ലോ എൻ്റെ ഭഗവാനേന്ന്. എന്നെ കാണിക്കുന്നത് കാർത്തികയുടെ അമ്മയാണ്. അമ്മ കാർത്തികയ്ക്ക് ഫോൺ ചെയ്യാണ്. അമ്മേ, ഞാനിവിടെ എത്തി മോളെ ക്ഷേത്രത്തിൽ. അവിടെയുണ്ട് ആ കാട്ടാളൻ. അതുകൊണ്ടല്ലേ ഞാനിങ്ങോട്ട് വന്നത്. എനിക്ക് കാണണം പെൺകുട്ടികളെ വെറുക്കുന്നവൻ പെൺകുട്ടികളുടെ കാല് കഴുകുന്നത്. അവിടെ അമ്മയ്ക്ക് കാണാൻ വേറൊരാൾ കൂടി എത്തിയിട്ടുണ്ട്. അതാരാ? അയാളുടെ രണ്ടാമത്തെ ഭാര്യ. ഇന്നും അമ്മയെപ്പോലെ ഒരു ആദ്യ ഭാര്യ ഉണ്ടെന്നറിയാത്തൊരു പാവം അമ്മ. ദീപ എത്തിയോ അവിടെ? എത്തി. എന്നോട് ക്ഷേത്രത്തിലെ ഒരു ജീവനക്കാരൻ വിളിച്ച് പറഞ്ഞതാ. അയാളും ഞാനും തമ്മിൽ നല്ല അടുപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. സെറ്റ് സാരി ഉടുത്ത ആ അമ്മ വന്നിരിക്കുന്നത്. എൻ്റെ അമ്മയെപ്പോലെ തന്നെ കല്യാണിയുടെ അമ്മയും നല്ല ഭംഗിയുള്ള കൂട്ടത്തിലാണ്. ഇനി ആളെ കണ്ടുപിടിക്കാൻ പ്രയാസമൊന്നും ഉണ്ടാവില്ലല്ലോ? ഇല്ല, ഇനി 2 പേർക്കും കാണാം പ്രകാശനെ. പെൺകുട്ടികളെ വെറുക്കുന്നവൻ പെൺകുട്ടികളുടെ കാല് കഴുകുന്ന രംഗം. ശരി മോളെ, ഞാൻ എൻ്റെ ഡ്രൈവറോട് പറഞ്ഞിട്ടുണ്ട് അത് മൊബൈലിൽ പകർത്താൻ. ആയിക്കോട്ടെ, എന്നിട്ട് എനിക്കൊന്ന് അയച്ചു തരണേ. ശരി മോളെ. എന്നിട്ട് ഡ്രൈവറുടെ അടുത്ത് പോയിട്ട് പറയാണ്, ശരണ അതൊന്ന് മൊബൈലിൽ പകർത്തണം. ശരി മാഡം. പിന്നെ പൂജാരിയും പെൺകുട്ടികളും പ്രകാശനും അതായത് ദീപയും ഒക്കെ അങ്ങോട്ടേക്ക് പോവുകയാണ്, പൂജാരിയുടെ പിറകെ തന്നെ. അപ്പോൾ പൂജാരി പറയാണ്, ശരി, എന്നാൽ എല്ലാവരും അങ്ങോട്ട് ഇരുന്നോളൂ, അവിടെ ഇരുന്നോളൂ. പെൺകുട്ടികളുടെ ശിരസ് മുതൽ പാദം വരെ ആരതി ഒഴിയുക. അപ്പോൾ പ്രകാശൻ ചോദിക്കുകയാണ്, ഞാനോ? പിന്നെ വേറെ ആരാ? 3 പേരെയും അങ്ങനെ പ്രകാശൻ ആരതി ഒഴിഞ്ഞു. അപ്പോൾ തിരുമേനി പറയാണ്, ഇനി 3 പേർക്കും ആ പീഠങ്ങളിൽ ഇരിക്കാം, ഓരോരുത്തരും ഇരുന്നോളൂ. എന്നിട്ട് ആ താലത്തിൽ പാദം വെച്ച് വേണം ഇരിക്കാൻ. പ്രകാശൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവരുടെയൊക്കെ കാല് കഴുകേണ്ട ഗതികേട്. ഇപ്പോൾ പൂജാരി പ്രാർത്ഥനയോടെ ഈ ഭൂമി അമ്മയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട്, ആ അമ്മയുടെ മുകളിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് സങ്കല്പിച്ചുകൊണ്ട്, പെൺകുട്ടികളോട് അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാല് കഴുകിയിട്ട് ആ വെള്ളം കൊണ്ട് തൻ്റെ മുഖം കഴുകിക്കൊള്ളുക. പ്രകാശൻ സ്റ്റക്കായി. എന്നിട്ട് പറയാണ്, മുഖം കഴുകാനോ? എങ്കിലേ ഈ പൂജ ശരിയാവൂ. കാർത്തികയുടെ അമ്മയും ദീപയും ഇത് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ പൂജാരി ഒരു പാത്രത്തിൽ വെള്ളം കൊടുത്തിട്ട് പറയാണ്, ഇതാ കഴുകിക്കോളൂ. പ്രകാശൻ അങ്ങനെ 3 പേരുടെയും പാദം കഴുകുകയാണ്. അപ്പോൾ ദീപ ഇങ്ങോട്ട് നിന്നിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ പഴയ കാലത്തെ ഓർമ്മകളൊക്കെ മനസ്സിൽ വരികയാണ്, കല്യാണിയോട് ചെയ്ത ക്രൂരതകളൊക്കെ.
വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള വെള്ളം പൂജാരിയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പൂജാരി പാദം കഴുകിയ വെള്ളം വേറൊരു പാത്രത്തിലേക്ക് പകർന്നൊഴിക്കുകയാണ്. അതും കൂടി പകർന്നോളൂ. അങ്ങനെ 3 പേരുടെയും പാദം കഴുകിയ വെള്ളം ഒരു പാത്രത്തിലാക്കി അത് പ്രകാശൻ്റെ കയ്യിൽ കൊടുക്കുക. അപ്പം മറ്റേ പൂജാരി അത് പ്രകാശൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ മെയിൻ പൂജാരി പറയാണ്, താൻ ഇനി ആ വെള്ളം കൊണ്ട് തൻ്റെ മുഖം കഴുകിക്കോളൂ. അവൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ചെയ്താൽ രക്ഷപ്പെടുമെന്നാണല്ലോ കാർത്തികമ്മോൾ പറഞ്ഞിരിക്കുന്നത്. പൂജാരിയും പറയാണ്, മനസ്സിൽ മറ്റൊന്നും ചിന്തിക്കരുത്, നല്ല മനസ്സോടുകൂടി വേണം ഇത് ചെയ്യാൻ. അതുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി തന്നെ വേണം ഇത് ചെയ്യാൻ. അവൻ അതിൽ തൊട്ട് മുഖം കഴുകുകയാണ്. ദീപ അത് ശ്രദ്ധിച്ചിട്ട് അത് നോക്കിയിട്ട് വല്ലാതെ പകച്ചു നിൽക്കുകയാണ്. അതുപോലെ തന്നെ വണ്ടിയിൽ ഇരുന്നു കൊണ്ട് കാർത്തികയുടെ അമ്മയും പകപ്പോടെ അത് കാണുകയാണ്. അപ്പോൾ ദീപ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇയാൾക്ക് എന്താ പറ്റിയത്? ഒരിക്കലും ഇയാൾ ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. ഇനി ഒരു ചന്ദനത്തിൻ്റെ ഡബ്ബ കൊടുത്തിട്ട് പൂജാരി പറയാണ്, ഈ ചന്ദനം ആ പെൺകുട്ടികളുടെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുക. പ്രകാശൻ ആ ചന്ദനം വാങ്ങിച്ചിട്ട് 3 പേരുടെയും നെറ്റിയിൽ തൊട്ട് കൊടുക്കുകയാണ്. ഇനി ദേവിയെ വന്ദിച്ചിട്ട് പോയിക്കോളൂ. പ്രകാശൻ അത്രയും ചെയ്ത് സന്തോഷത്തോടെ അങ്ങോട്ടേക്ക് മടങ്ങാണ്. അവിടേക്ക് ദീപ വരികയാണ്. പ്രകാശൻ പൂജാരിയോട് ചോദിക്കുകയാണ്, എല്ലാം കഴിഞ്ഞല്ലോ അല്ലേ? കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു. പ്രകാശൻ പിന്നെ പോക്കറ്റിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്തിട്ട് പെൺകുട്ടികൾക്ക് കൊടുക്കുകയാണ്. ഇത് എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചോ, നല്ലൊരു കാര്യം ചെയ്തതല്ലേ. പിന്നെ തിരുമേനിക്ക് വേറെയും മെയിൻ പൂജാരിക്ക് വേറെയും ഒക്കെ കൊടുക്കുകയാണ്. പ്രകാശൻ്റെ കയ്യിൽ ബാക്കി പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ ദീപയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, പിന്നെ പണം കുറച്ച് കയ്യിൽ ബാക്കിയുള്ളത് കൊണ്ട് നിർദ്ദയായ പെൺകുട്ടികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് പുണ്യം കൂടുതൽ കിട്ടുമല്ലോ അമ്മേ ദേവി എന്നും പറഞ്ഞ് പ്രകാശൻ അവിടെ എന്നും പോയി. പിന്നെ ദീപയോട് പൂജാരി പറയാണ്, പെൺകുട്ടികളെ തള്ളിക്കളഞ്ഞവൻ പെൺകുട്ടികളുടെ കാല് കഴുകുന്നത് കണ്ടോ? അതെനിക്ക് അത്ഭുതമായിട്ട് തോന്നുക. ഇനി അങ്ങനെ പല അത്ഭുതങ്ങളും നടന്നല്ലേ പറ്റൂ. പിന്നെ ദീപ പൂജകളൊക്കെ നടത്തുകയാണ്. അവരുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിയാൻ പോകുന്ന സമയത്താണ് കാർത്തികയുടെ അമ്മ വന്ന് ചുമലിൽ തട്ടിയത്. അപ്പോൾ അവർ തിരിഞ്ഞു നോക്കുകയാണ്. എന്നിട്ട് അവർ പറയാണ്, അയ്യോ പരിചയക്കാരിയാണ് കരുതിയ ഞാൻ കൈവച്ചത്. എന്നിട്ട് കാർത്തികയുടെ അമ്മ ചോദിക്കുകയാണ് അവരോട്, എന്താ പേര്? ദീപ. അവർ പറയുകയാണ്, ഇപ്പം ഇവിടെ ഒരു ചടങ്ങ് നടന്നല്ലോ, പെൺകുട്ടികളുടെ കാല് കഴുകുന്ന ചടങ്ങ്. അതെന്തിനു വേണ്ടിയുള്ള ചടങ്ങാ? അപ്പോൾ ദീപ പറയാണ്, അറിയില്ല, ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ് കാണുന്നത്. അയാളുടെ മക്കളുടെ കാലാണോ അയാൾ കഴുകിയത്? അയ്യോ അല്ല, അതെൻ്റെ ഭർത്താവാ, ദീപ പറയാ. അവർ പറയാണ്, ഓ അപ്പോൾ ദീപ പ്രകാശ് എന്ന പേര്. എന്നിട്ട് അയാളങ്ങ് പോയല്ലോ, ഇപ്പം നമ്മൾ തമ്മിൽ ബന്ധമൊന്നുമില്ല. പിന്നെ കാർത്തികയുടെ അമ്മ പറയാണ്, ഓ അയാൾ പെൺകുട്ടികളുടെ കാല് കഴുകുന്നത് കണ്ടപ്പോൾ പെൺകുട്ടികളോട് വലിയ സ്നേഹമുള്ള ആളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ലേശം പോലും ഇല്ലാത്ത അയാൾ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ചതുർപ്തിയാണ്. അവർ പറയാണ്, അങ്ങനെയുള്ള അവൻ്റെ മുഖത്ത് ചാണകവെള്ളം തളിക്കുക വേണ്ടത്. ദീപ ചോദിക്കുകയാണ്, ചേച്ചി എവിടുന്നാ? ഞാൻ കുറച്ച് ദൂരത്തുനിന്നാണ് വരുന്നത്, ചെന്നൈയിൽ നിന്ന്. ഇനി കുറച്ച് നാൾ ഇവിടെ ഉണ്ടാവും, ഇടയ്ക്ക് കാണാം. ശരി. കാർത്തികയുടെ അമ്മ ദീപ പോകുന്നത് നോക്കി നിൽക്കുക. എന്നിട്ട് പറയാണ്, പോയത് എൻ്റെ അനിയത്തിയാ, എന്നെപ്പോലെ തന്നെ വഞ്ചിക്കപ്പെട്ടൊരു പാവം സ്ത്രീ. അവർക്ക് ആയുരാരോഗ്യവും സൗഖ്യവും സന്തോഷവും കൊടുക്കണേ എന്നവർ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ കാർത്തിക അവളുടെ ഓഫീസിലിരുന്നിട്ട് നോക്കുകയാണ് ഫോണിൽ വീഡിയോസ് എല്ലാം എടുത്തത്. എന്നിട്ട് അവൾ അമ്മയെ വിളിക്കുകയാണ്. മോളെ കണ്ടമ്മേ, കൺകുളിർക്കെ കണ്ടു. അയാൾ കാല് കഴുകുക അല്ലല്ലോ, മുഖം കഴുകുകയും ചെയ്തല്ലോ. മുഖം കഴുകിയിട്ട് ആ വെള്ളം കുടിച്ചില്ല, അതിലാ എനിക്ക് നിരാശ. അമ്മ പറഞ്ഞിരുന്നെങ്കിൽ അതും ചെയ്യിപ്പിക്കാമായിരുന്നല്ലോ. പിന്നെ കല്യാണിയുടെ അമ്മയെ പരിചയപ്പെട്ടോ? പരിചയപ്പെട്ടു. ഞാൻ ആരാണെന്നും വെളിപ്പെടുത്തിയിട്ടില്ല. മോള് പറഞ്ഞതുപോലെ തന്നെ ഒരു പാവം സാധു സ്ത്രീയാ. എന്നെപ്പോലെ തന്നെ ആ മുരടൻ്റെ സ്വഭാവം കാരണം ജീവിതം തരിശായതുകൊണ്ട് എനിക്ക് അവരോട് ഒരുപാട് സിമ്പതി തോന്നി. സാരില്ലമ്മേ, നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാം. അതൊരു നല്ല ഫാമിലിയാ. കല്യാണിയും കല്യാണിയുടെ ഭർത്താവും അവരുടെ ബന്ധുക്കളും ഒക്കെ നല്ല ആൾക്കാരാ. ഇനിയുള്ള കാലം നമുക്കെല്ലാവർക്കും അടുത്തടുത്ത് തന്നെ താമസിക്കാം. ശരി മോളെ, നീ സമയം കിട്ടുമ്പോൾ ഹോട്ടലിലേക്ക് പോര്. ശരി അമ്മേ. ശരി, ഓക്കെ. പിന്നെ കാണിക്കുന്നത് കിരണിനെയാണ്. കിരൺ എന്തൊക്കെയോ ഫയലൊക്കെ എടുത്തിട്ട് കറക്റ്റ് ചെയ്യാണ്. അപ്പോഴേക്കും അവിടേക്ക് കല്യാണി വരികയാണ്. കല്യാണി കുറച്ച് കവറിൽ സാരിയൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിട്ട് കിരണിനോട് ചോദിച്ചിട്ട് പറയാണ്, ഈ സാരിയൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയാമോ? ഇത് കൊള്ളാമോ എന്ന് ചോദിച്ച് അവൾ ഓരോരോ സാരികൾ അവന് കാണിച്ചു കൊടുക്കുകയാണ്. അവൾ പിന്നെ വേറൊരു സാരി എടുത്തിട്ട് ചോദിക്കുകയാണ്, ഇതെങ്ങനെയുണ്ട്? അപ്പോൾ കിരൺ,
ഇതിൽ ഓരോ സാരിയും സൂപ്പറാണ്. ഇതിൽ ഏതാ നല്ലതെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അവൻ ഒന്നെടുത്ത് കൊടുത്തിട്ട് പറയാണ്, ദേ ഇത് നല്ല സാരിയാണ്. പിന്നെ അതിൽ നിന്നും ഓരോരോ സാരിയും എടുത്തു കൊടുത്തിട്ട് അവൾക്ക് ശരീരത്തിൽ വെച്ച് നോക്കിയിട്ട് പറയാണ്, ഇതും നല്ല സാരിയാ, എല്ലാം നല്ല സാരിയാ, ഇതും നല്ല സാരിയാ എന്ന് പറയാണ്. പിന്നെ ഒരു സാരി കാണിച്ചിട്ട് പറയാണ്, ഇത് മതി, അവാർഡ് സമ്മാനിക്കുമ്പോൾ ഇതുടുത്താൽ മതി. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, ഉറപ്പിച്ചോ? ഉറപ്പിച്ചു, കൺഫേം. അപ്പോഴേക്കും ദീപ അങ്ങോട്ടേക്ക് വന്നു പ്രസാദവുമായിട്ട്. എന്നിട്ട് അവൾ ആ സാരി അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുകയാണ്, അമ്മേ ഈ സാരി എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ സെലക്ഷനാ. അപ്പോൾ കിരൺ ചോദിക്കുകയാണ്, അമ്മ അമ്പലത്തിലെ സദ്യയൊക്കെ കഴിച്ചിട്ടാണോ വരുന്നത്? അതെ. അപ്പോൾ അവർ കല്യാണോട് ചോദിക്കുകയാണ്, അല്ല മോളെ ഈ ലക്ഷ്മി ഉത്രട്ടാതി ആരാ? ലക്ഷ്മി ഉത്രട്ടാതിയോ? അതാരാ? അതാരാണെന്നാണ് ഞാനും ചോദിച്ചത്. അയാളുടെയും വിക്രത്തിൻ്റെയും പേരിൽ അർച്ചന കഴിപ്പിക്കുന്ന കൂട്ടത്തിൽ ഒരു ലക്ഷ്മി ഉത്രട്ടാതി എന്ന പേരിലും അർച്ചന കഴിപ്പിക്കുന്നത് കണ്ടു. അതാരാണെന്ന് മനസ്സിലാവുന്നില്ല. അയാൾ രണ്ടാമതും കെട്ടാൻ പോകുന്ന സ്ത്രീ ആയിരിക്കും, കിരൺ പറയാ. അങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു, ദീപ പറയാ. അപ്പോൾ കല്യാണി പറയാണ്, ഇനി അയാളുടെ മോൻ കെട്ടാൻ പോകുന്നതാണെങ്കിലോ? അതും പറയാൻ പറ്റത്തില്ല. അവൻ ജയിലിൽ നിന്ന് വന്നത് വലിയ പുള്ളിയായിട്ടല്ലേ. ഇപ്പോൾ അച്ഛനും മോനും ഒക്കെ മുന്തിയ കാറിലാണല്ലോ സഞ്ചരിക്കുന്നത്. അതുകൊണ്ടിനി ഏതെങ്കിലും ഭാഗ്യദോഷിയായ പെൺകുട്ടി അവൻ്റെ വലയിൽ വീണോന്നറിയില്ല. ഏതായാലും മോൾ അവിടെ ഇല്ലാത്തത് വലിയ നഷ്ടമായിപ്പോയി മോളെ. അതെന്താ? പെൺകുട്ടികളുടെ കാല് കഴുകുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു ഇന്ന് അവിടെ ക്ഷേത്രത്തിൽ. എൻ്റെ ജീവിതത്തിൽ ആ ചടങ്ങ് ഞാൻ ആദ്യമായിട്ട് കാണുക. ഏതായാലും 3 പെൺകുട്ടികളുടെ കാല് കഴുകി ആ വെള്ളം കൊണ്ട് അങ്ങേരുടെ മുഖം കഴുകി. അപ്പോൾ പെൺകുട്ടികളുടെ അയാളുടെ ദേഷ്യമൊക്കെ മാറിയോ? കിരൺ ചോദിക്കുക. അമ്പലത്തിലെ പൂജാരി നിർബന്ധിച്ചത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്, അല്ലാതെ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. ഏതായാലും ആ കാഴ്ച കാണാൻ നല്ല രസമായിരുന്നു. ആ സമയത്ത് ഞാൻ മോളുടെ കുട്ടിക്കാലം ഓർത്തു പോയത്. സാരമില്ല, കുറച്ച് കഴിയുമ്പോൾ അയാൾ പെൺകുട്ടികളെ ഇഷ്ടപ്പെട്ട് തുടങ്ങിക്കോളും. അയാളുടെ അവസാന കാലത്ത് ആൺകുട്ടികൾ ആരും കാണില്ല, പെൺകുട്ടികളെ കാണൂ. അതെനിക്ക് ഉറപ്പാ. അത് കഴിഞ്ഞ് അവർ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ കിരൺ കല്യാണിയോട് പറയാണ്, ഈ ലക്ഷ്മി ഉത്രട്ടാതി ആരാണെന്ന് കണ്ടുപിടിക്കാനല്ലോ കല്യാണി. എന്തിനാ അതിൻ്റെ പിന്നാലെ പോകുന്നത്? ആ ഭാഗമൊക്കെ വിടുന്നതാ നല്ലത്. ഏതായാലും അയാൾ അമ്പലത്തിലൊക്കെ പോയി തുടങ്ങിയത് നല്ല കാര്യമാണ്. അതെങ്ങനെയാണ് നല്ല കാര്യമാവുന്നത്? അമ്പലത്തിലുള്ള ദൈവങ്ങൾക്ക് അയാളെ പോലെയുള്ളവരെ കാണുന്നത് ഭയങ്കര വെറുപ്പായിരിക്കും. അയാൾ അമ്പലത്തിലേക്ക് പോകുന്നത് അയാളുടെ മോൻ്റെ നന്മയ്ക്കും നിൻ്റെ നാശത്തിനും വേണ്ടിയാ. അപ്പോഴാണ് കല്യാണിയുടെ ഫോൺ റിങ് ചെയ്തത്. അപ്പോൾ കിരൺ പറയാണ്, ആരാ? എൻ്റെ അമ്മയെ വിളിക്കുന്നത്. അമ്മേ, നാളെ പോവുമല്ലേ, അതുകൊണ്ട് നാളെ ഇവിടുന്ന് പോവാം. അതിനെപ്പറ്റി ഞാനും കിരണേട്ടനും ഇടയ്ക്ക് സംസാരിച്ചായിരുന്നു. ഞങ്ങൾ എത്തിക്കോളാം അമ്മേ. ശരി മോളെ. അപ്പോൾ കിരൺ ചോദിക്കുകയാണ്, എന്താ അമ്മ പറഞ്ഞേ? അത് നമ്മൾ ഇന്നത്തെ ദിവസം അവിടെ താമസിക്കണമെന്ന് അമ്മ പറയുന്നത്. നാളെ രാവിലെ അവിടുന്ന് പോകാമെന്ന്. അത് തന്നെയല്ലേ നമ്മളും തീരുമാനിച്ചത്. എന്നാൽ പിന്നെ പെട്ടെന്ന് റെഡിയാകും, നമുക്ക് പോകാം. പോകുമ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോകണ്ട കിരണേട്ടാ. യാത്ര പറയുമ്പോൾ വല്ലാത്ത വിഷമമായിരിക്കും. ഇപ്പം തന്നെ കിരണേട്ടനെ വിട്ട് പിരിയാൻ തന്നെ വലിയ വിഷമമാണ്. അവസാന നിമിഷം കുഞ്ഞിനെ കാണണമെന്ന് മാത്രം നീ പറയാതിരുന്നാൽ മതി. പിന്നെ അവർ രണ്ടുപേരും പരസ്പരം അപ്പുറം ഇപ്പുറം നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്തോഷത്തിൻ്റെ സമയങ്ങളാണ് പിന്നെയുള്ളത്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.